ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്കൂൾ സമയം വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ രാവിലെയും വൈകുന്നേരവും കാമണിക്കൂർ വെച്ച് സ്കൂൾ സമയം വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് ആ സമയത്ത് അതിരാവിലെയൊന്നും പറ്റില്ല, ഇത് പുനഃപരിശോധിക്കണം എന്ന രൂപേണ മറ്റു പല സംഘടനകളും വിമർശനത്തിലുമാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ സ്കൂൾ സമയം ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ? വിദ്യാർത്ഥികളെ കേവലം ഒരു പുസ്തകപ്പുഴു മാത്രമാക്കിയത് കൊണ്ട് എന്താണ് കാര്യമുള്ളത്? എല്ലാവരും സ്കൂളിൽ പഠിച്ചവരാണ്. ഈ പഠിച്ചിട്ട് എത്ര ആളുകൾക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്? വളരെ ചുരുങ്ങിയ കുറച്ചാളുകൾ മാത്രമാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ആകുന്നത്. PSCയിലൊക്കെ കിട്ടുന്നത് വളരെ കുറച്ചാളുകൾക്കാണ്. വേറെ കുറച്ചാളുകൾക്ക് വലിയ വലിയ കമ്പനിയിലൊക്കെ ജോലി കിട്ടുന്നതെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന വലിയൊരു വിഭാഗം, ബഹുഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു വിഭാഗം ആളുകൾ മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. മറ്റൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് എന്താ പറയുക, ഏതെങ്കിലും ഒരു ചെറിയൊരു ഷോപ്പിലോ ഓഫീസിലോ വളരെ തുച്ഛമായ സാലറിക്ക് അവിടെ മണിക്കൂറുകളോളം അടിമക്ക് തുല്യമായ രീതിയിൽ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ വിദ്യാഭ്യാസ സിസ്റ്റത്തിലൂടെ ഒരുപാട് കുട്ടികളെ കഴിവില്ലാത്തവരുമാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. കഴിവുള്ളവരാകുന്നുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വലിയ വലിയ ഡോക്ടർമാരാകുന്നുണ്ട്, എഞ്ചിനീയർമാരാകുന്നുണ്ട്, വലിയ വലിയ കമ്പനിയിലൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ സത്യമാണെങ്കിലും ഒരു വിഭാഗം കഴിവില്ലാത്തവരായി മാറുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. കാരണം ഒരു 25, 27, 28 വർഷമൊക്കെ ഒരാൾ പഠനത്തിന് മാത്രം ചെലവഴിക്കുമ്പോൾ മറ്റൊന്നും അറിയാത്ത, ജീവിതമറിയാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു പോയാൽ, ഗൾഫിലൊക്കെ പോയി അന്വേഷിച്ചാൽ മനസ്സിലാകും, എത്രയോ കുട്ടികൾ അവർ പഠിച്ച മേഖലയിൽ ജോലി കിട്ടാതെ, അവർക്ക് പഠനത്തിൽ ടൈപ്പിങ്ങിലൊക്കെ സ്പീഡില്ലാത്തതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ അവർക്ക് അവരുടെ മേഖലയിൽ കഴിവില്ലാത്തതിൻ്റെ പേരിൽ, ഇനി കഴിവുണ്ടെങ്കിൽ തന്നെ അന്വേഷിച്ചിട്ടും ജോലി കിട്ടാതെ, മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിയാതെ തകർന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണ്? അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം പഠനം മാത്രമല്ല. വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യൻ നേടേണ്ട ഏറ്റവും വലുത് എന്ന് പറയുന്നത് അവൻ്റെ കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. സ്പോർട്സിലാണ് ഒരുത്തിന് താല്പര്യമുള്ളത് എങ്കിൽ അവൻ ആ രീതിയിലേക്ക് വളർത്താൻ ശ്രമിക്കണം. അതേപോലെ ബിസിനസ് അവൻ്റെ മെയിൻ എന്താണോ ആ രൂപത്തിലേക്ക് അവനെ പരിഷ്കരിക്കാനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ നീട്ടി ബൈഹാർട്ട് പഠിക്കുക, ഒരുപാട് ചരിത്രങ്ങളും ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഏത് ചരിത്രങ്ങളും കിട്ടും, എന്ത് വിവരം കിട്ടും. ഇതിന് സ്കൂളിൽ തന്നെ പോകേണ്ട ആവശ്യമില്ലാത്ത ഒരവസ്ഥാവിശേഷമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും കുട്ടികളെ ഇങ്ങനെ പുസ്തകപ്പുഴുവാക്കുന്നത് എന്തിനാണ്? ഒരാളുടെ ബുദ്ധി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ തിരഞ്ഞെടുക്കേണ്ടത്? ബുദ്ധി, പല ടൈപ്പ് ബുദ്ധിയുണ്ട് മനുഷ്യന്. വിദ്യാർത്ഥികൾക്ക് വരെ പല ടൈപ്പുകൾ ബുദ്ധിയാണുള്ളത്. അപ്പോൾ ഈ ബുദ്ധിയൊന്നും നമ്മൾ നോക്കാതെ കേവലം പരീക്ഷയിൽ നല്ല മാർക്ക് നേടുന്നവൻ വിജയായി ചിന്തിക്കുമ്പോൾ, അതിൽ മാർക്ക് നേടാൻ കഴിവില്ലാത്തവൻ അവനെ പരാജയനായി കാണുന്ന ഒരു അവസ്ഥാവിശേഷം, അവരെ അപകർഷത ബോധത്തിലേക്കാണ് നയിക്കുന്നത്. ഈ പരീക്ഷാ സിസ്റ്റം തന്നെ ഇനി പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. കൂടുതൽ സമയം നൽകണോ എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്,
ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ട അവസ്ഥാവിശേഷമാണ്. കാരണം മുമ്പൊന്നും ഇവിടെ പരീക്ഷ ഉണ്ടായിരുന്നില്ല. ഈ സ്കൂൾ സിസ്റ്റം തുടങ്ങിയിട്ട് തന്നെ 200 വർഷമേ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇന്ത്യയിലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. മുമ്പ് പല രാജ്യത്തും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പം ഞാൻ പറയുന്നത്, അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അറിവ് നേടലാണ്, നമ്മുടെ ജീവിതം പഠിക്കലാണ്. ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിൽ വേണ്ട. വിദ്യാഭ്യാസ സിസ്റ്റത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ടായില്ലല്ലോ. പ്രായോഗികമായിട്ട് സർക്കാരാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ കഴിവിനെ വളർത്താനാണ്. അതേപോലെ അവർക്ക് ആവശ്യമുള്ള അറിവുകൾ നൽകുക. ജീവിതത്തെക്കുറിച്ച് അറിവ് നൽകണം, സമ്പത്തിനെ കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും, അതേപോലെ നമുക്ക് ലോക വിവരവും വേണം, ലോകത്തെക്കുറിച്ചൊക്കെ വിവരം വേണം, ജീവിതത്തെ എല്ലാത്തിനെക്കുറിച്ചും അവരവരുടെ മേഖലയിൽ വളരാൻ വേണം. ഇതൊക്കെ ആവശ്യമാണെങ്കിലും കേവലം പുസ്തകപ്പുഴു മാത്രമാക്കി കുട്ടികളെ വളർത്തിയത് കൊണ്ട് ഒരു കാര്യമില്ല. അവര് എന്ത് സംഭവിക്കുന്നതാണ്, അവർക്കൊന്ന് കളിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥാവിശേഷമുണ്ട്. വൈകുന്നേരം വരെ സ്കൂള്, അതല്ലെങ്കിൽ അതിരാവിലെ മദ്രസ. ഇനി ഇത് കഴിഞ്ഞാലോ രാത്രിയായാൽ ഹോംവർക്കാണ്. ഈ ഹോംവർക്കിന് വേണ്ടി മാതാപിതാക്കൾ അവരെ ഒന്ന് കളിക്കാൻ പോലും വിടാതെ അവരെന്ത് ചെയ്യും? ഇത് നാളത്തെ ഹോംവർക്കിനുള്ളതൊക്കെ എഴുതിക്കലും പഠിപ്പിക്കലും, ഇങ്ങനെ ഒരു വിശ്രമമില്ലാത്ത ചെറിയ കുട്ടികൾ. അവർക്ക് കളിക്കണം, അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. അതേപോലെ കുടുംബക്കാരുടെ അടുത്തൊക്കെ പോകണം. ഇതൊക്കെ അവർക്ക് അവരുടെ സുഹൃത്തുക്കളോടൊപ്പം കളിച്ച് ബന്ധമുണ്ടാകണം. ഇതൊക്കെ വളരെ പ്രധാനമാണ്. കേവലം പുസ്തകപ്പുഴുവായി പോയാൽ, പലപ്പോഴും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മനസ്സ് തകർന്നു പോകും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരുപാട് പഠിപ്പിച്ച് ഇങ്ങനെ ചരിത്രങ്ങളും ഇതൊക്കെ ഇങ്ങനെ തലയിൽ കയറ്റുന്നത് കൊണ്ട് ഇനിയുള്ള കാലത്ത് വലിയ കാര്യമുണ്ടോ എന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. കാരണം നമുക്ക് മുമ്പാണെങ്കിൽ കമ്പ്യൂട്ടറും ഗൂഗിളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കണമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം അറിയണമെങ്കിൽ ഒരു പണ്ഡിതനെടുക്കലും പോകണ്ട, ഒരു അധ്യാപകനോട് ചോദിക്കണ്ട, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൃത്യമായി കിട്ടും. എന്തും അറിയാവുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആ പഴയ രീതിയിൽ വീണ്ടും ബൈ ഹാർട്ട് പഠിക്കുക, പരീക്ഷയിൽ മാർക്ക് നേടുക, നല്ല മാർക്ക് നേടിയവനെ പുകഴ്ത്തി പറയുക, കുറച്ച് മാർക്ക് നേടിയവനെ താഴ്ത്തുക, ഇതേ സിസ്റ്റത്തിൽ പോകുന്നത് എന്തൊരു ചിന്താഗതിയാണ്. എന്നിട്ട് ഈ മാർക്ക് കുറഞ്ഞവൻ പകുതിയിൽ നിന്ന് മതിയാക്കി എവിടെയെങ്കിലും പ്രവാസിയായിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി അവനെന്ത് ചെയ്യും? അവനെന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങും. ആ ബിസിനസ്സിൽ അവൻ്റെ കീഴിൽ പണിയെടുക്കുന്നവനായിട്ട് ഈ നന്നായി പഠിച്ചവൻ മാറുന്നു എന്നുള്ളതാണ് സത്യം. ബിൽഗേറ്റ്സ് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ ക്ലാസ്സിൽ ഏറ്റവും മോശപ്പെട്ട കുട്ടിയായിരുന്നു, എന്നാൽ എൻ്റെ ക്ലാസ്സിൽ നന്നായി പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ഇന്ന് എൻ്റെ കമ്പനിയിലെ സ്റ്റാഫാണെന്ന്. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷമാണ് എല്ലായിടത്തും കാണുന്നത്. അപ്പം ഞാൻ പറയുന്നത്, കുട്ടികളെ കേവലം പുസ്തകപ്പുഴുമകൾ മാത്രം നിങ്ങൾ ആക്കരുത്. അവർ കളിച്ചോട്ടെ, അവർ റെസ്റ്റ് എടുത്തോട്ടെ. ആകെ കുട്ടികൾക്ക് റെസ്റ്റ് കിട്ടുന്നത് ഒരു മഴക്കാലം വരുമ്പോൾ റെഡ് അലേർട്ട് ആണെങ്കിൽ മാത്രം അവിടെ ലീവ് കിട്ടുന്നു. അല്ലെങ്കിൽ ശനി ഞായറാണെങ്കിൽ അത് ആ ലീവിന് സമയത്ത് അവർക്ക് മദ്രസയുണ്ട്, അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് എവിടെയും പോകാൻ കഴിയാത്ത ഒരവസ്ഥ. യാത്ര പോകണം. ഒരു കുട്ടിയുടെ ബുദ്ധി വികസിക്കണമെങ്കിൽ, മനസ്സ് കുറച്ചും കൂടി വിശാലമാകണമെങ്കിൽ നല്ല നല്ല യാത്രകൾ കൊണ്ടുപോകണം. അവരെയൊക്കെ യാത്രകൾ കൊണ്ടുപോകണം. അപ്പോൾ ഈ പഠനത്തിന് വേണ്ടി മാത്രം കുട്ടികളെ നിങ്ങൾ വളർത്തരുതെന്ന അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. സമൂഹം പൊതുവായിട്ട് ഒരു ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഇങ്ങനെയാണ്. അല്ലാതെ ഇന്നും കുട്ടികൾക്ക് സമയം വർദ്ധിപ്പിക്കണോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്.
നിങ്ങൾ എത്ര ശ്രമിച്ചാലോ, ഇപ്പോൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണല്ലോ സമയം വർദ്ധിപ്പിക്കുന്നത്. അതേപോലെ ഇപ്പോൾ വേറൊന്നും തുടങ്ങിയിട്ടുണ്ടല്ലോ, അതായത് ലീവിൻ്റെ സമയത്തും മാർക്ക് കുറഞ്ഞവർക്ക് വീണ്ടും ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. അപ്പം മാർക്ക് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് മറ്റെന്തോ കഴിവുണ്ട്. ആരും ഇവിടെ കഴിവില്ലാത്തവരൊന്നും അല്ല. ആ കഴിവിനെയാണ് നമ്മൾ വികസിപ്പിക്കേണ്ടത്. അതോടൊപ്പം വിദ്യാഭ്യാസം നൽകണം. കാരണം വിദ്യാഭ്യാസം ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായി പോയി, ആവശ്യമാണ്. വിദ്യാഭ്യാസത്തിന് എത്ര തന്നെ പോരായ്മയുണ്ട് എന്ന് പറഞ്ഞാലും കാലഘട്ടത്തിൽ നമുക്കത് നേടേണ്ടത് തന്നെയാണ്. പക്ഷേ കുട്ടികളെ വീണ്ടും വീണ്ടും ഇങ്ങനെ സമയം ദീർഘിപ്പിച്ച് പഠിപ്പിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ തലയിൽ കയറ്റി അവരെ സമ്മർദ്ദത്തിലാക്കരുത്. കഴിവുള്ളവൻ, താല്പര്യമുള്ളവൻ അത് പഠിക്കും. അല്ലാത്തവർ അവരുടെ കഴിവിനനുസരിച്ച് ചെറിയ മാർക്ക് നേടിയാലും അവരെ നിങ്ങൾ പുകഴ്ത്താനാണ് നോക്കേണ്ടത്. ഒരു കഴിവില്ലാത്തൊരു കുട്ടി 20 മാർക്കിൽ ഒരു 2 മാർക്ക് നേടിയാലും അവനെ പുകഴ്ത്താൻ തയ്യാറാണ്. കാരണം അവനക്ക് മറ്റെന്തെങ്കിലും കഴിവുണ്ടാകാം. അങ്ങനെയാണ് നോക്കേണ്ടത്. അവനിക്ക് മറ്റെന്തെങ്കിലും കഴിവുകളുണ്ടാകാം. ആ കഴിവെന്താണെന്ന് നോക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും, മറിച്ച് അവൻ വിദ്യാഭ്യാസത്തിൽ പിന്നിലാണെങ്കിലും അതിനെയും അവനെ അത്രയെങ്കിലും നേടിയല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും എല്ലാത്തിലും നല്ല മാർക്ക് നേടാനൊന്നും പറ്റില്ല. അതൊക്കെ വെറുതെ ചിന്തിക്കുന്നതാണ്. ഓരോ ആളുകൾക്കും അവരവരുടെ മേഖലയിൽ കഴിവുകളുണ്ട്. നന്നായി ഫുട്ബോൾ കളിക്കുന്നവൻ അത് കളിക്കും. അങ്ങനെയല്ലേ മെസ്സി ഉണ്ടായത്. നന്നായി ക്രിക്കറ്റ് കളിക്കുന്നവൻ അവന് കളിക്കും. അങ്ങനെയല്ലേ സച്ചിൻ ഉണ്ടായത്. അവരൊക്കെ സ്കൂളിൽ മാർക്ക് നേടിയിട്ടാണോ ഇതൊക്കെ നേടിയത്? ഇതുപോലെ അവരവൻ്റെ കഴിവുകൾ വികസിപ്പിക്കാനും അതോടൊപ്പം വിദ്യാഭ്യാസം നൽകുകയും വേണം. അവർ ചെറിയ മാർക്ക് കഷ്ടപ്പെട്ട് നേടിയാലും അവരെ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ഒരുപാട് സമയമൊന്നും ക്ലാസ് എടുത്ത് അവരെ നിങ്ങൾ വീർപ്പ് മുട്ടിക്കരുത്. അതുകൂടാതെ ഹോംവർക്ക് ഒന്ന് ശ്വാസം വിടാൻ കഴിയാത്ത കുട്ടികൾ വരെ ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്കൂൾ കഴിഞ്ഞാൽ അപ്പം തന്നെ മദ്രസയിലേക്ക് ഓടും, തിരിച്ചു വന്നാൽ വീണ്ടും പഠനം. ഇങ്ങനെ കുട്ടികൾക്ക് ഒരു വിശ്രമമില്ലാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹം. എന്നിട്ട് ഇത് തീർന്നോ? ഈ പഠനം കഴിയുമ്പോൾ പിന്നെ ജോലിയായി, പിന്നെ അതിൻ്റെ സമ്മർദ്ദമായി. അപ്പോൾ എപ്പോഴാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്? ജീവിതമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് കേവലം പഠനം മാത്രം, ജോലി മാത്രമല്ലല്ലോ. നമുക്ക് സമാധാനം വേണം, സ്വസ്ഥത വേണം. ഇതൊക്കെയും നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും അതേപോലെ ഇതിനു വേണ്ടി ശബ്ദിക്കുന്ന ആരാണെങ്കിലും സമയം വർദ്ധിപ്പിക്കാനല്ല നോക്കേണ്ടത്, മറിച്ച് നല്ല വിദ്യാഭ്യാസം അത് ലളിതമായ സമയത്തിൽ നൽകാനും അവരവരുടെ കഴിവുകളെയും വികസിപ്പിക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.